നമുക്കറിയാം ജാരസന്ധതിയിൽ ഒരു സന്തതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് അത് രഹസ്യമായ ഒരു വലിയ പരസ്യമായിരിക്കും. ഇനി അവന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവന്റെ ഉദ്ദേശം അവൻ അച്ഛനെ അറിയണമെന്നോ അമ്മയെ അറിയണമെന്നോ സ്വത്ത് കിട്ടണമെന്നോ ഒന്നും അല്ല. ജയൻ എന്ന് പറയുന്ന നടന്റെ എന്തുമാത്രം ജെന്റിൽമാൻ ആയിരുന്നു, അദ്ദേഹം എത്രത്തോളം മാന്യനായിരുന്നു എന്നുള്ളത്. ഈ എല്ലാത്തിനും രണ്ടു വശം ഉണ്ടെന്ന് പറയുന്ന പോലെ പഴയതിലും ജയൻ എന്ന നടനെ ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ നമസ്കാരം, സുരേഷ് ചന്ദ്രമാണ്. അപ്പോൾ ഗ്രീൻ മൊഡ്യൂഷൻ ചാനലിന്റെ ഒരു കാഴ്ചയിലേക്ക് ഇന്ന് ജയൻ എപ്പിസോഡാണ്, നവംബർ 16. അപ്പോൾ അനിൽകുമാർ കോട്ടയം എന്റെ അനിയത്തിയാണ് കേട്ടോ, ഷെറിൻ ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ ജയൻ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ വരുന്നത്. ജയൻ ഒരു മകനുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് നാൾ കൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ അല്ല ഒരാളെ അച്ഛനായി തീരുമാനിക്കുന്നത്. ശരിക്കും നിയമപരമായി ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് സാധ്യതകളുണ്ട്, കോടതിയുണ്ട്, അതുപോലെ ടെസ്റ്റുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ കോമാളി വേഷം കെട്ടി ജയനെ അപമാനിക്കാൻ നടക്കുന്ന നമ്മുടെ കൊല്ലക്കാർക്ക് വരെ നാണക്കേടായ ഒരു സംഭവമാണ്. അതിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ചും പറയുന്നില്ല. ജയന്റെ 95% ആരാധകരും ഇതിനെതിരാണ്. ഇന്ന് ഈ ചരമദിനത്തിലെത്തിയ ആരാധകരാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് നമുക്ക് കേൾക്കാം. അവർ തന്നെ പറയട്ടെ, അതല്ലേ നല്ലത്. എൻ്റെ പേര് MS അനിൽകുമാർ എന്നാണ്. എൻ്റെ ശരിക്കുള്ള സ്ഥലം തിരുവനന്തപുരം. ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളം, കൊച്ചി. അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു 3-4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒത്തിരിയില്ല. ഇത് ഷെറിൻ ജയൻ ദ റിയൽ ഹീറോ ഫാൻസ് എന്ന് പറയുന്ന, അതിനകത്ത് ഞാനും അഡ്മിനാണ്, ഇദ്ദേഹമാണ് അതിന്റെ മെയിൻ അഡ്മിൻ, മുഖ്യ അഡ്മിൻ ഷെറിനാണ്. ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമേ 3-4 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ജയന്റെ മകനെന്നും പറഞ്ഞ് ഒരു വ്യക്തി കുറെ വർഷങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയ കിടന്ന് എഴുതുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ജയന്റെ സഹോദരൻ സോമൻ നായരുടെ കല്യാണത്തിന് ജയന്റെ വീട്ടില് കല്യാണത്തിന്റെ തലേ ദിവസം യവന്റെ അമ്മ യവനെയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ സത്യാഗ്രഹം വരുന്നു. അതാണ് ഇത്. പിന്നെ സോമൻ നായരുടെ മകനാണെന്നും പറഞ്ഞ് ഇവിടെ ഒന്ന് വിഷയം ഉണ്ടാക്കുകയും അന്നേരമാണ് ജയൻ അറിയുന്നത്. ഇവരെയും വിളിച്ച് കല്യാണ വീടായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഇവരെ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഒത്തുതീർപ്പുണ്ടാക്കി. എങ്ങനെയാണ്? ഞാൻ പൈസ തന്നോളാം. കാരണം അന്ന് ജയന്റെ അനുജന് വലിയ ജോലിയൊന്നുമില്ല. അപ്പൊ അതാണ് അതിന്റെ കാരണം. ആ കാശ് പുള്ളി കൊടുത്തോളാമെന്ന് പറഞ്ഞു. അതിനെയൊക്കെ ഇവൻ വളച്ചൊടിച്ച് ഏതെല്ലാം രീതിയിലാണെന്ന് പറയും ഇപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അപ്പൊ അന്നേരം ആ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത ആ രേഖകളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതൊന്നും അയാൾ ഹാജരാക്കില്ല. ഇതിനകത്തുള്ള വേറൊരു കാര്യം, നമുക്കറിയാം ജാരസന്ധതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് അത് രഹസ്യമായ ഒരു വലിയ പരസ്യമായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാതെ വളരെ സത്യമായ ഒരു കാര്യമാണ്, അല്ലെ? എനിക്ക് ചോദിക്കേണ്ട ഒറ്റ ഒരു കാര്യം, അദ്ദേഹം മരണപ്പെട്ട 1980 നവംബർ 16 ഈ വീട്ടില് ഇത്രയും ജനബാഹുല്യങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന് ഈ മുളങ്കാടൻ ശ്മശാനത്തിൽ അടക്കുകയും ചെയ്യുന്ന അവസരത്തില് ആരെങ്കിലും ഒരാൾ മതി ഈ വിഷയം കുത്തിപ്പൊക്കാൻ. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, ഇവിടെ 10 വയസ്സായ ഒരു മകനുണ്ട്. എത്രയായിരുന്നാലും അവിടെ ഈ ഒരു വിഷയം ഉണ്ടാവും, അതിന് ഒരു സംശയം വേണ്ട. അവിടെ ഈ ഒരു വിഷയം ഉണ്ടാവുകയും ചെയ്യും. കുറച്ചു പേരെങ്കിലും അത് കുത്തിപ്പൊക്കി നാട്ടിലന്ന് പാട്ടാക്കുകയും ചെയ്യും. അന്നത്തെ മാസികകളിലൊക്കെ ഇത് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്നത്തെ ആ ഒരു സംഭവം. നമുക്കിതൊക്കെ പ്രാക്ടിക്കലായിട്ട് പറയാം, ആരും പറഞ്ഞു തരണ്ട. അവനവന്റെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി അവന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവന്റെ ഉദ്ദേശം അവൻ അച്ഛനെ അറിയണമെന്നോ അമ്മയെ അറിയണമെന്നോ സ്വത്ത് കിട്ടണമെന്നോ ഒന്നും അല്ല. അവന്റെ ഉദ്ദേശം അവൻ എന്തുകൊണ്ട് അവൻ DNA തയ്യാറാകുന്നില്ല. ഈ പറയുന്നവരെല്ലാം അവന്റെ കൂടെ നിൽക്കുന്നത് 1980, അതായത് ജയൻ മരിച്ചതിന് ശേഷം ജനിച്ച കുറെ പാൽക്കുപ്പികളാണ് അവന്റെ കൂടെ നിൽക്കുന്നത്. ഈ പണ്ട് കാലത്ത് ജയനോടൊപ്പം അല്ലെങ്കിൽ ജയന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കാണ് സത്യം അറിയാവുന്നത്. ഇപ്പൊ ഈ പാൽക്കുപ്പികൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എഴുതുന്നതാണ്. അയാളെ DNA വിളിക്കുക, അയാൾ DNA വിളിക്കുകയല്ലേ. എന്തുകൊണ്ട് ജയൻ ബന്ധുക്കൾ DNA ചെല്ലുന്നില്ല? DNA ചെന്ന എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആവും. DNA പോണം. ഞാൻ പറയാം, എനിക്ക് അച്ഛനെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ സോഷ്യൽ മീഡിയ കിടന്ന് എഴുതുകയല്ല ചെയ്യുന്നത്. ഞാനൊരു കോടതിയിൽ പോയി വക്കീലിനെ കൊണ്ടുവന്ന് അവരെ വിളിപ്പിക്കും. നമ്മളൊന്നും ചെയ്യണ്ട, കോടതി കമ്മീഷൻ ചെയ്ത് അവരെ വിളിപ്പിച്ചിട്ട് ജയന്റെ അനുജന്റെ മക്കൾ പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവരെ പോലീസ് ഒന്ന് കൊണ്ടുപോയിക്കോളും. ഒരു പബ്ലിക് ഗവൺമെന്റ് ലാബിൽ യവനെയും വിളിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് യവൻ സങ്കട ഹർജിയാണ് ബോധിപ്പിക്കുന്നത്. അതാണ് എന്റെ പിതാവ് ആരാണെന്ന് അറിയില്ല, ഒരു സങ്കട ഹർജിയാണ്. അത് ഉറപ്പായിട്ടും കോടതി പരിഗണിക്കുക തന്നെ ചെയ്യും. അപ്പൊ കൊണ്ടുപോയി യവനെ DNA ടെസ്റ്റ് ചെയ്യും. DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അവൻ ജയന്റെ കുടുംബത്തിലുള്ളതാണ്. ഇപ്പൊ പറയുന്നത് ജയന്റെ കുടുംബത്തിലുണ്ട് എന്ന് പറയുമ്പോൾ എടുത്തിരിക്കുന്ന ആരുടെ DNA ആണ്? ഈ സോമൻ നായരുടെ മക്കളുടെ DNA ആണ്. സ്വാഭാവികമായിട്ട് സോമൻ നായരുടെ മകനായിട്ട് അവൻ അവരോധിക്കപ്പെടും. നമ്പർ 1. ഇതല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ജയന്റെ കുടുംബത്തിലെ ഉള്ളതല്ല എന്നാണ് അവിടെ തെളിയിക്കുന്നതെങ്കിൽ അവന്റെ ഇത്രയും നാളത്തെ പൊള്ളത്തരെല്ലാം പോകും. അപ്പോ അവന്റെ അച്ഛൻ സോമൻ നായരാണെന്നോ ജയനാണെന്നോ അറിയിക്കലല്ല അവന്റെ
ഉദ്ദേശം. അവനെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്കഥ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. അവന്റെ അച്ഛൻ ആരാണെന്ന് DNA പ്രകാരം അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ തിരക്കഥകളെല്ലാം തീരും. പിന്നെ അവൻ ഈ സോഷ്യൽ മീഡിയ കിടന്ന് മെഴുകാൻ പറ്റില്ല. അവൻ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മീൻ അവന്റെ കഥയാണ്, കഴുകൻ അവന്റെ കഥയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കഥകളും ഒക്കെ ഇട്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ അവന് DNA നടത്തി അച്ഛൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല അവൻ ചെയ്യുന്നത്. അച്ഛൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഈ കഥ തീരുകയാണ്. ഇതൊരു ബിസിനസ്. അതെ, ഈ സാമാന്യമായിട്ടുള്ള കോമൺ സെൻസ് ഉള്ളവന് ചിന്തിക്കാം. 3 നേരം ചോറണമെന്നവന് ഇത് ചിന്തിക്കാം എന്നുള്ളതേ ഉള്ളൂ. അവന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കണം, അവനെ പറ്റി കുറെ സോഷ്യൽ മീഡിയയിലുള്ള കുറെ പാൽക്കുപ്പികൾ, അതായത് ജയൻ മരിച്ചതിന് ശേഷം ഉള്ളവരൊക്കെ അധികം പേരും അവനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ അവൻ ഏത് ലെവലിൽ നിൽക്കുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക. അവൻ എന്താണോ ഉദ്ദേശിച്ചത് അവൻ അവിടെ എത്തിക്കഴിഞ്ഞു. അവനെത്തി. അവന് തന്തയാണെന്ന് അറിയണമെന്നല്ല അല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങൾ ഇപ്പം നിന്റെ തന്ത ജയനാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി, അവൻ പറഞ്ഞു കഴിഞ്ഞു എന്റെ പിതാവാണ് ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പോവാം. പക്ഷെ അവൻ പോകുന്നില്ല. എന്താണ്? അവൻ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കണം. കാരണം അവന്റെ വരുമാന മാർഗം അവന് രക്ഷപ്പെടണം. ഇതൊക്കെ സാധാരണ മനുഷ്യന് ചിന്തിക്കാം. ഇത് വേറെ ആരും പറഞ്ഞല്ല. ആ സിനിമയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രീകുമാരൻ തമ്പി സാറിന്റെ അടുത്ത് പോയി, അവിടെ നിന്ന് ഓടിച്ചു. സീനിയരുടെ അടുത്ത് നിന്നു, അവരുടെ അടുത്ത് ഓടിച്ചു. കാരണം സത്യാവസ്ഥ എന്താണെന്നുള്ള അവരെ പോലുള്ളവർക്ക് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ അദ്ദേഹം മരിച്ചതിന് ശേഷം ജനിച്ചിട്ടുള്ള കുറെ ആൾക്കാർ ആണ് അവനെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അവനിങ്ങനെ ഓരോന്ന് എഴുതി വിടുന്നത്. ഇത്രേ ഉള്ളൂ അവന്റെ കാര്യം, ഇത്രേ ഉള്ളൂ. അവൻ DNA അവൻ ശരിക്കും അച്ഛൻ ആരെന്ന് അവൻ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ കോടതിയിൽ പോയി വക്കാലത്ത് കൊടുത്ത് അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കണം. അവൻ ചെയ്യിക്കില്ല. അവൻ ഈ മുറുക്കാൻ കടയിലും സിനിമാ കടയിലും ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് DNA വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അവന്റെ കൂടെ ഉള്ളവർ എന്നാ പിന്നെ ജയന്റെ വീട്ടുകാരെന്താ DNA ചെയ്യാത്തെന്താന്ന് അവരിങ്ങനെ ചോദിക്കണം. അല്ലാതെ DNA ചെയ്യാത്തതിന്റെ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ. DNA ചെയ്ത് അവന്റെ അച്ഛൻ സോമനായിരുന്നോ അല്ലെങ്കിൽ അവന്റെ അച്ഛൻ ജയനെന്നോ ഞാൻ ഇതൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ അവന്റെ ആഗ്രഹ പ്രകാരം ജയനാണെന്ന് വച്ചിരുന്നാൽ തന്നെ അവൻ അതുകൊണ്ട് അവിടെ ഈ കഥ തീരുകയാണ്. പക്ഷെ അങ്ങനെ തീരരുത്. അതിന്റെ സ്ട്രാറ്റജിയാണ് അവൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഷോട്ടും കൂട്ടും ഒക്കെ ആയിട്ട് ജയനെ പോലെ ഇങ്ങനെയുള്ള ഫോട്ടോയും ഒക്കെ വെച്ച് അവൻ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ കാര്യത്തിനും ഒരു നാണയത്തിന് 2 വശം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ 50 വയസ്സിന് മുകളിലുള്ളവര് എല്ലാവർക്കും സത്യാവസ്ഥ അറിയാം. ജയൻ എന്ന് പറയുന്ന നടന്റെ എന്തുമാത്രം ജെന്റിൽമാൻ ആയിരുന്നു, അദ്ദേഹം എത്രത്തോളം മാന്യനായിരുന്നു എന്നുള്ളത്. പഴയതിലും ജയൻ എന്ന നടനെ ഇഷ്ടമില്ലാത്തവരുണ്ട്. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് ഇങ്ങനത്തെ ചില മോശം വശങ്ങളുണ്ട്, മനുഷ്യനല്ലേ, ദുർബല സാധ്യതകൾ ഉണ്ടായിക്കൂടെ, ദുർബലനായിക്കൂടെ, ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരും ഈ മുരളിയെ പൊക്കി പിടിക്കുന്നവരാണ്. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ജയൻ എന്ന നടനോട് മാനസികമായിട്ട് അസൂയയും കുശുമ്പും സ്വാർത്ഥതയിൽ നിന്ന് ഉടലെടുത്ത ഒരുതരം വിയോജിപ്പുള്ള ഒരു കാറ്റഗറി. മറ്റൊരു കാറ്റഗറി ജാതീയപരമായിട്ട് ഇദ്ദേഹം ജാതി വെച്ച് കളിക്കുന്നുണ്ട് ഈ മുരളി. ഇന്ന ഈ ജാതിയിലുള്ളവർ എന്നെ ഉയർത്തണം, നമ്മൾ ഈ ജാതിയിലുള്ളതായതുകൊണ്ട് നമ്മളെ മറ്റേ കൂട്ടരെ നമ്മൾ അംഗീകരിക്കുന്നില്ല, ഞാൻ ഇങ്ങനൊരു ജാരസന്ധത, ഈ ജാതിയിലുള്ള ജാരസന്ധത ആയതുകൊണ്ടാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യാത്തത്, ഇങ്ങനൊരു കാറ്റഗറി വേറെ ഉണ്ട്. പിന്നെ ഏറ്റവും പുതിയൊരു ജനറേഷൻ ഉണ്ട്. ഇത് കേട്ടിട്ട് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ട്. അദ്ദേഹം നല്ലൊരു നടനൊക്കെ ആയിരുന്നായിരിക്കാം, പക്ഷെ എന്തുകൊണ്ടൊരു ദുർബല സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇതെല്ലാം ഉന്നം വെച്ചിട്ടാണ് ഈ മനുഷ്യന്റെ കളി. വളരെയധികം നീചവും മോശവും ഹീനവുമായിട്ടുള്ളൊരു കാര്യമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറെ ഫാൻസ് ഗ്രൂപ്പുകാര് ജയന്റെ പേരിൽ ഇപ്പം വളരെയധികം ഫാൻസ് ഗ്രൂപ്പുകാർ 10-15 വർഷമായിട്ട് നമ്മളുള്ളതാണ്. ഞങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഇത് കൂടുതൽ ശ്രദ്ധിക്കാതെ എന്താ നമ്മൾ പറയുമ്പോൾ ഇയാൾക്ക് കൂടുതൽ റീച്ച് ആവുമല്ലോ എന്ന് ഭയന്നിരുന്നു. പക്ഷെ അയാളൊരു പോയിസൺ ആണ്. അയാൾ അങ്ങനെ ഭയന്നിരുന്നിടത്തോളം അയാൾ കൂടുതൽ വളരുകയാണ് ചെയ്തത്. ഇപ്പൊ കണ്ടില്ലേ, ഈ സമീപത്ത് എവിടെയോ ഏതോ ഒരു സിനിമയുടെ എന്തോ ഒരു ഫംഗ്ഷൻ അയാൾ പോയപ്പോഴത്തേക്കും സ്ലോ മോഷനിൽ നടന്നു വരുന്നു, ജയേട്ടൻ നടന്നു വരുന്നത് പോലെ സ്ലോ മോഷനിൽ നടന്നു വന്നിട്ട് അറിയാത്ത ഭാവത്തിൽ നാക്കുകൊണ്ട് കവിളത്ത് നെല്ലിക്ക കുത്തി ഒരു ചെറിയ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് പിന്നെ വേറൊരു ഭാഗത്ത് കരാട്ടയുടെയും കുങ്ഫുവിന്റെ ഒക്കെ സ്റ്റൈലുകൾ കാണിക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ഈ ന്യൂ ജനറേഷനിൽപ്പെട്ട കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള പാവം ജയൻ എന്ന നടന്ന സ്റ്റൈലും ആക്ഷനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അവരും ചിന്തിക്കുന്ന ഇതാണ്, അദ്ദേഹം എന്തൊക്കെയാണല്ലോ, ആഫ്റ്റർ ഓൾ ഒരു മനുഷ്യനല്ലേ, ദുർബല സാഹചര്യത്തിൽ എന്തുകൊണ്ട്. എന്റെ അടുത്ത് പല കുട്ടികളും വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി നിങ്ങൾ ഈ പറയുന്ന ജയൻ നിങ്ങൾക്ക് നല്ലവനായിരിക്കാം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുകൂടാന്ന്. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയുന്നുണ്ട്, അദ്ദേഹം ജനിച്ച നാട്ടിൽ പോയി അന്വേഷിക്കൂ, ആ മനുഷ്യൻ എന്തായിരുന്നു, എന്താണ്, അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്നുള്ള നമുക്ക് 100 വട്ടം അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ 2000-ന് മുമ്പ് വരെ എന്തുകൊണ്ട് അദ്ദേഹം വന്നില്ല? ഒരു മനുഷ്യന് എത്ര അച്ഛൻ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിയുടെ SSLC ബുക്കിൽ വേറൊരു അച്ഛന്റെ പേരാണ് ഇരിക്കുന്നത്.
അപ്പൊ അതൊന്ന് അതൊരച്ഛൻ. അല്ല എല്ലാരും പറയുന്നത് മറ്റൊരച്ഛൻ, എല്ലാരും പറയുന്നത് എന്താണ് മൂന്നാമത്തെ അച്ഛൻ. മൂന്നാമത്തെ അല്ല ജനറേഷൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. അമ്മ പറയുന്നതല്ലേ അച്ഛൻ? വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അമ്മ പറയുന്നതാണ് അച്ഛൻ. പക്ഷെ അമ്മ 2000 വരെ ഒരച്ഛനും 2001 കഴിയുമ്പോ വേറൊരു അച്ഛനും എങ്ങനെ വരുന്നു?